പ്രിയപ്പെട്ടവരെ, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ദിവ്യ സയ്യർ IASൻ്റെ ചില സവിശേഷതകൾ ഒന്നറിയിക്കുന്നതിന് വേണ്ടിയാണ്. ദിവ്യ ശേഷ അയ്യർ ഡോക്ടർ, എഡിറ്റർ, എഴുത്തുകാരി എന്നീ നിലകളിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ഭാഗമായ ഒരു ഇന്ത്യൻ ബ്യൂറോക്രാറ്റാണ്. പത്തനംതിട്ട ജില്ലാ കളക്ടർ, തിരുവനന്തപുരം സബ് കളക്ടർ, കോട്ടയം അസിസ്റ്റൻ്റ് കളക്ടർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലുള്ള സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ്റെ നോഡൽ ഓഫീസറായും സേവനമനുഷ്ഠിച്ചു. വോട്ടർമാരുടെ എണ്ണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനായി എൻ്റെ വോട്ട് എൻ്റെ ഭാവി എന്ന മുദ്രാവാക്യവുമായി ഒരു വോട്ടർ ബോധവൽക്കരണ കാമ്പയിൻ നടത്തി. 2016 വോട്ടവകാശത്തെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും വോട്ടിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വിരൽ തുമ്പിൽ നമ്മുടെ ഭാവി എന്ന ഗാനം എഴുതി ആലപിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു. 2020 കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 50 വ്യക്തികളിൽ ഒരാളായി ദിവ്യ എസ് അയ്യർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ നിലവിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ MD ആയി സേവനമനുഷ്ഠിക്കുന്നു. നല്ല ഉന്നത വ്യക്തിത്വമുള്ള ആ പദവി, ഈ വഹിച്ച പദവികളിൽ, ഇപ്പോൾ ഇരിക്കുന്ന പദവിയിലും അല്ലെങ്കിൽ ഇനിയും എത്രമാത്രം ഉയരങ്ങളിലെത്താമോ ആ മേഖലകളിലെല്ലാം എത്തിച്ചേരുന്നതിനുള്ള എല്ലാ വിധമായ യോഗ്യതകളുമുള്ള ഒരു വ്യക്തിയാണ് ദിവ്യ എസ് അയ്യർ. MBBS കഴിഞ്ഞു. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദത്തിന് ശേഷം ഡോക്ടറായിരിക്കെ IAS പരീക്ഷ പാസ്സാവുകയും അങ്ങനെ IAS നേടി വിവിധ നിലകളിൽ സേവനമനുഷ്ഠിക്കുന്നു. നല്ല ഒരു അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉദാഹരണമാണ്. ഇത്രയും നല്ല വിദ്യാഭ്യാസം, നല്ല നിലകളിൽ പ്രവർത്തിക്കുന്നു, നല്ല മിടുക്ക്, കഴിവ്, എല്ലാവിധമായ കഴിവുകൾ എന്ന് വേണമെങ്കിൽ പറയാം. സർവകലാ വല്ലഭയാണ്. ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടായിട്ട് കൂടി ഒരു എളിമ, അതുപോലെ തന്നെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. നമ്മുടെ നാടിന് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. കാരണം ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഈ മാഡത്തിൻ്റെ ചിരി കണ്ടു കഴിഞ്ഞാൽ തന്നെ കൂടെയുള്ള എല്ലാവർക്കും നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന തരത്തിലാണ് മാഡത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഉള്ളത്. നല്ല രീതിയിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നല്ല രീതിയിൽ ചെയ്യുന്നതിനും സഹപ്രവർത്തകരോട് നല്ല രീതിയിൽ പെരുമാറുന്നതിനും അതുപോലെ തന്നെ അവരെ കൊണ്ടെല്ലാം ജോലി ചെയ്യിപ്പിക്കുന്നതിനും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും ഒക്കെ കഴിവും നല്ല മനസ്സും ഒക്കെയുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ. മാഡത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞാലും തീരത്തില്ല മാഡത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ. ഒരു നല്ല സംഗീതജ്ഞയാണ്, ഒരു നല്ല നർത്തകിയാണ്, നല്ലൊരു ഡോക്ടറാണ്, നല്ല ഒരു IAS ഓഫീസറാണ്, നല്ലൊരു കളക്ടറായി പ്രവർത്തിച്ചു, സബ് കളക്ടറായിട്ട്, അസിസ്റ്റൻ്റ് കളക്ടറായിട്ട് എല്ലാം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ COVID-19 കാലത്ത് ബ്രേക്ക് ദ ചെയിൻ പരിപാടിയിൽ വളരെയധികം വിജയകരമായിട്ട് ആ പരിപാടി നടപ്പിലാക്കുന്നതിന് ദിവ്യ എസ് അയ്യർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങനെ മാഡം പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും മാഡത്തിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും, മാഡത്തിനെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, ആ കാര്യങ്ങളെല്ലാം മാഡം ഭംഗിയായിട്ട് നിർവഹിക്കുകയുണ്ടായി. നല്ല ഒരു നിർവഹണ ഉദ്യോഗസ്ഥ തന്നെയാണ് ദിവ്യ എസ് അയ്യർ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും എഫിഷ്യൻറ്റ്, എപ്പോഴും ചിരിച്ച് മാത്രം, അതുപോലെ തന്നെ വിമർശനങ്ങളെയെല്ലാം ചിരിച്ചുകൊണ്ട് നോക്കിക്കാണുന്ന, അവിടെ നിന്നും ഭീരുത്വം കാണിക്കാത്ത അല്ലെങ്കിൽ തളരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ദിവ്യ എസ് അയ്യർ. 40 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇനി എവിടെ വരെ എത്തുവാനുള്ള ഒരു വ്യക്തിയാണ് മാഡം. മാഡത്തിനെ ഒരിക്കൽ കണ്ടിട്ടുള്ളവർ മാഡത്തെ
ഒരിക്കലും മറക്കില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ് സർവീസിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം നല്ല ഒരു മാതൃക തന്നെയാണ് ദിവ്യ എസ് അയ്യർ. ഇനി നമ്മുടെ സമൂഹം ഇതേപോലെ ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്ക് പറയാം, നിങ്ങൾ ദിവ്യ എസ് അയ്യർ അല്ലോ. ദിവ്യ എസ് അയ്യർ എന്ന മിടുക്കിയായ ഒരു IAS ഉദ്യോഗസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് എല്ലാ ആളുകളുടെയും കാര്യങ്ങൾ പഞ്ചായത്തിലായാലും വില്ലേജ് ഓഫീസിലായാലും മറ്റ് ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ചെയ്യും. നേരത്തെയുള്ള കാലങ്ങളിലൊന്നും ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. പലപ്പോഴും ഗവൺമെൻറ് ഓഫീസുകളിൽ ചെല്ലുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവഗണന ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം കൂടുതലും ഈ ദിവ്യ എസ് അയ്യർ അവരുടെ ഈ സ്വഭാവ മഹിമ ഒക്കെ മനസ്സിലാക്കി എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരോട് സാധാരണക്കാരായ ഉദ്യോഗസ്ഥരോട് സാധാരണക്കാരായ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം. നമുക്കറിയാം, പല ഓഫീസുകളിലും ചെന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. വീണ്ടും ആളുകളെ ഇട്ട് നടത്തിക്കുക, ഇന്ന് വാ അല്ലെങ്കിൽ നാളെ വാ, ഇങ്ങനെയുള്ള പരാമർശങ്ങളാണ് നമുക്ക് അവിടെ എല്ലാം കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ ഇടയിലും ഇങ്ങനെയുള്ള ഒരു ഒരു നക്ഷത്രം ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ എന്താണ് ഈ മാഡത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മാഡത്തെ വിലയിരുത്തേണ്ടത് എന്നൊന്നും തന്നെ പറയുവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് മാഡത്തെക്കുറിച്ച് പറയാനുള്ളത്. മാഡത്തെ കണ്ട് എപ്പോഴും കണ്ടിരിക്കുവാനോ, മാഡത്തിൻ്റെ പുഞ്ചിരി അല്ലെങ്കിൽ ചിരിക്കുന്ന മുഖം, ഉറക്കെയുള്ള സംസാരം, ഇതെല്ലാം കേൾക്കുവാൻ തന്നെ എന്തൊരു എനർജിയാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ മാഡത്തിൻ്റെ കൂടെ ജോലി ചെയ്യുവാൻ ഭാഗ്യം സിദ്ധിച്ചുള്ളത് അതൊരു മഹാഭാഗ്യം തന്നെയാണ് മാഡത്തിൻ്റെ. എല്ലാവർക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും മാഡത്തെ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെയും ഇഷ്ടമൊന്നും പിടിച്ചു വാങ്ങുവാൻ പറ്റില്ല. അപ്പം മാഡത്തിൻ്റെ സ്വഭാവ മഹിമ, സ്വഭാവ സവിശേഷത, നൈർമല്യം, എളിമ, ഇത്രയും നല്ല മിടുക്കിയായിട്ട് പോലും ഇപ്പം ചില ആളുകൾക്ക് ഒരു ചെറിയ ജോലി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷ പാസ്സായാൽ തന്നെ മതി. അവരുടെ ആ ഭാവങ്ങൾ എന്താണ്, അവരുടെ പെട്ടെന്നുണ്ടാകുന്ന അവരുടെ ചലനം, അവരുടെ ആ മാറ്റം നമുക്ക് അവരിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സാധാരണക്കാരായ ആളുകൾ അവരോടൊന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാത്ത ആളുകളുള്ള ഒരു സമൂഹത്തിൽ ഇങ്ങനെയും ഒരു മഹൽ വ്യക്തിത്വം ഉണ്ടോ? നല്ല ഒരു മഹനീയ വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് ദിവ്യ എസ് അയ്യർ. നമുക്ക് എത്ര പ്രകീർത്തിച്ചാലും മനസ്സിലാകത്തില്ല, നമുക്ക് മതി വരില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, സ്വഭാവ മഹിമ, സവിശേഷത. ആരോടും മുഖം കറുത്ത് പറയുമോ? മുഖം കറുത്ത് പറഞ്ഞിട്ടുണ്ടോ ദിവ്യ എസ് അയ്യർ? എനിക്ക് തോന്നുന്നത് സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ കീഴ് ജീവനക്കാരോടെല്ലാം ചിരിച്ചുകൊണ്ട് ആയിരിക്കും അവരോട് കാര്യങ്ങളെല്ലാം പറയുന്നതും അവരെ കൊണ്ടെല്ലാം ജോലി ചെയ്യിപ്പിക്കുന്നതും. ഈ ചിരി കണ്ടാൽ തന്നെ മതിയല്ലോ എല്ലാ ജോലിയും. അപ്പം നമ്മുടെ രാജ്യം തന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഡെവലപ്ഡ് ആവണമെങ്കിൽ, കേരളം ഡെവലപ്മെൻ്റ് ആവണമെങ്കിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ വേണം. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർ വേണം. എല്ലാ ജനങ്ങളെയും ഒന്നുപോലെ കാണുന്നവർ. ഇപ്പം നമ്മളൊരു ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വിഷമം വന്നിട്ടുണ്ട് ആ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും ഇതേപോലെയുള്ള ഉദ്യോഗസ്ഥരായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് നമ്മൾ ആശിക്കുകയാണ്. ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് നമ്മളിപ്പോൾ സ്കൂളിലായാലും ഇപ്പോൾ ചിലരിപ്പോൾ ജോലിയൊക്കെ കിട്ടാതിരുന്നു, ഒരു ജോലി കിട്ടി വരുമ്പോഴാണ് അവരുടെ ഇനി എനിക്ക് ജോലി കിട്ടിയല്ലോ, എനിക്കെല്ലാം അങ്ങ് ആയിക്കഴിഞ്ഞു, ഇനി ഞാൻ എൻ്റെ ജോലികളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഒന്നുമില്ല. ഞാൻ പലപ്പോഴും എനിക്ക് കുറച്ചൊക്കെ മറ്റുള്ളവരുടെ ഹിതത്തിന് അനുസരിച്ച് പെരുമാറേണ്ട കാര്യമല്ല, ഇനി എനിക്ക് ജോലിയായി, ശമ്പളമായി എന്നൊക്കെ ചിന്തിക്കുന്ന ജനമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആ അവസരത്തിൽ ഇങ്ങനെയൊരു വേറിട്ട വ്യക്തിത്വങ്ങളെയാണല്ലോ നമ്മൾ കൂടുതൽ ആരാധിക്കുന്നത്. അപ്പോൾ ഈ മാഡം നമ്മുടെ ആരാധനയ്ക്ക് പാത്രമാണ്. എന്തോ ഒരു നല്ല മഹൽ വ്യക്തിത്വമാണ്.
എത്ര പുകഴ്ത്തിയാലും മതി വരത്തില്ല. അങ്ങനെ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ഇനിയും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ വേണം. ഇനിയും ടെസ്റ്റ് എഴുതിയൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികൾ ഒക്കെ ധാരാളം പേര് ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്, ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്. ജോലിയിൽ പ്രവേശിച്ചാലും സ്വന്തം ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് തെളിയിച്ചു തരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥ തന്നെയാണ് ദിവ്യ എസ് അയ്യർ. ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. അപ്പോൾ ആ IAS പദവിക്ക് ചേരുന്ന ഒരു ഉദ്യോഗസ്ഥ ആണ് മാഡം. താങ്ക് യു.